സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാത്തതാണ്. പക്ഷെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു വാർത്ത ഇതിനു മുൻപും നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട്. അതായത് അമ്മ കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ പാറയിൽ തലയടിച്ച് കൊന്നു, അതല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നു, ബിഗ് ഷോപ്പറിലൊക്കെ പൊതിഞ്ഞ് വേസ്റ്റിൽ കൊണ്ട് കളഞ്ഞു എന്നൊക്കെ ഉള്ളത്. ഒരു മനുഷ്യർക്കും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലൂടെ ഒരു സിനിമയിൽ കാണിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ നമ്മളൊരു പെറ്റ്സിനെ വീട്ടിൽ വളർത്തിയ പോലും അതിനോട് കാണിക്കുന്ന സ്നേഹം പോലും കുഞ്ഞിനോട്, അതും സ്വന്തം കുഞ്ഞിനോട് കാണിക്കാത്ത അവസ്ഥ. ഈ സ്ത്രീയെയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത്. ആ കാമുകനാണ് ചെയ്തതെങ്കിൽ പോലും സ്ത്രീയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ വീട്ടുകാർ പലതവണ ചോദിച്ചാണ് കുട്ടിയെ കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പോലും കൊടുത്തില്ല. അപ്പോഴും അമ്മയാണല്ലോ, അമ്മ നോക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ കുട്ടിയെ മനസ്സോടെ അവർക്ക് കൊടുത്തത്. ഈ പെണ്ണിൻ്റെ അമ്മ പലതവണയും ചോദിച്ചിട്ടുണ്ട് കുട്ടിയെ കൊടുക്കാവോ, അവരൊന്നും കാണാൻ സമ്മതിക്കില്ല ഓക്കെ. വെറുതെ കൊന്നു കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, വെറുതെ അല്ല, ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് വേണേൽ പറയാം. 51 മുറിവുകൾ ആ കുഞ്ഞിൻ്റെ ശരീരത്ത്. ഓക്കെ, 1.5 വയസ്സുള്ളൊരു കുഞ്ഞിന് എത്ര നീളം കാണുമായിരിക്കും? അതിനകത്ത് 51 മുറിവ് വരാനുള്ള സ്പേസ് ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ശരീരം മൊത്തം മുറിവേൽപ്പിച്ചു. സിഗരറ്റ് കൊണ്ട് കുത്തി. നമ്മുടെ ദേഹത്ത് തന്നെ സിഗരറ്റിൻ്റെ ഒരു ഇത് കൊണ്ടു കഴിഞ്ഞാൽ എത്ര വേദന എടുക്കും. അപ്പോൾ ആ കുഞ്ഞു ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് കുത്തി. അത് മാത്രമല്ല, അതിൻ്റെ ജനനേന്ദ്രിയമൊക്കെ പ്ലെയർ കൊണ്ട് പിടിച്ച്, ഉള്ള പിച്ചാത്തി കൊണ്ടൊക്കെ മുറിച്ച്, 2 കൈയും തല്ലി പിടിച്ച്, ആർക്കും കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയത്. അത് സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് ചെയ്തു. അമ്മ അതിന് സപ്പോർട്ടായിരുന്നു എന്ന് ഉള്ള കാര്യം കേൾക്കുമ്പോഴാണ് ഏറ്റവും വിഷമം കേട്ടോ. ഓരോ വട്ടവും ഈ വീഡിയോ ഫീഡിൽ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണ് നനയാതെ അത് കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്തെ പോലും എന്ത് പറയണം എന്ത് പറയുമെന്നും പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തു തുടങ്ങിയത്. പക്ഷെ പറയാൻ എനിക്ക് പ്രധാനമായും മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആണുങ്ങളല്ലേ, ഹസ്ബൻഡ് എന്നുള്ളൊരു വ്യക്തി ഒരു പരിധിവരെ ചിലർ പ്രശ്നം ഉണ്ടായിരിക്കും, ചിലർ പ്രശ്നമില്ലായിരിക്കും. പക്ഷെ എല്ലാവരും സമൂഹത്തിന് മുന്നിൽ നാണക്കേട് ഓർത്തുകൊണ്ട് പല കാര്യങ്ങളും ഉള്ളിൽ മറച്ചു വെച്ചും അവൻ്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ അവരുടെ നാണക്കേടും വീട്ടുകാരുടെ നാണക്കേടും ഓർത്ത് ആരും ഇത് പുറത്ത് പറയാതെയും ഉള്ളിൽ ഒതുക്കി വെക്കുന്നത്. പിന്നീട് വൈഫിനൊരു കാമുകൻ്റെ കൂടെ പോകുമ്പോഴോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു നാണക്കേട് ഓർത്ത് ഇതൊരു പബ്ലിക്കായിട്ട് പറയാതെയും എന്ത് പ്രശ്നം ഉണ്ടായിട്ട് ഒതുക്കി തീർത്ത് അങ്ങ് വിടുന്നത്. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടുവരുന്ന പ്രവണതയാണ് ഹാപ്പി ഡിവോഴ്സ് എന്നും പറഞ്ഞിട്ട് ഉള്ള ഫോട്ടോസും ഫ്രീഡമായിട്ട് നടക്കാനുള്ളത് ഒക്കെ. എല്ലാവരുടെ റൈറ്റ്സ് ആണ് ഫ്രീഡമായിട്ട് നടക്കുക എന്നുള്ളത്. അത് ഒരുത്തനെ തേച്ചരച്ച് കൊള്ളഞ്ഞിട്ടല്ല. അപ്പം ഒരു ഭർത്താവിനെ സംബന്ധിച്ച് നോക്കുമ്പം ജീവിതകാലം മൊത്തം, അല്ലെങ്കിൽ അവൻ്റെ ഈ കല്യാണ പ്രായം വരെ കഷ്ടപ്പെട്ട് അവന് നിലയിലെത്തിയെന്ന് ബോധ്യപ്പെട്ടെന്ന് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് കല്യാണം കഴിക്കാൻ ചെല്ലുന്നത്. അതുമല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ അച്ഛൻ അതും ഒരാണാണെന്ന് ആലോചിക്കണം. അയാൾ ജീവിതകാലം മൊത്തം സമ്പാദിച്ചു കൂട്ടിയ പൈസ കൊണ്ടാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് അവൻ്റെ പൈസയും സമ്പാദ്യവും എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇവള് കൊണ്ടുവന്ന സ്വർണ്ണം എല്ലാം തിരിച്ചെടുത്തുകൊണ്ട് അതൊരുമാതിരിയില്ല ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പോലത്തെയാണ്. നമ്മളൊരു സ്ഥാപനം വാടകയ്ക്ക് എടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ വീട് റെൻറ്റിനൊക്കെ എടുക്കാൻ നേരത്തോ ഡെപ്പോസിറ്റ് കൊടുക്കും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ആ ഡെപ്പോസിറ്റും മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പൈസ തിരിച്ചിറങ്ങുമ്പോൾ ഇരട്ടിയായിട്ട് കിട്ടുമെന്നാണ്. എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 2015 കല്യാണം കഴിച്ചൊരു വ്യക്തി അന്ന് 22,000 രൂപയായിരുന്നു ഒരു പവന് സ്വർണത്തിൻ്റെ വില. ഇപ്പം 2026 ആയപ്പോഴത്തേക്ക് ഏകദേശം 10 വർഷത്തിനുള്ളിൽ സ്വർണത്തിൻ്റെ വില എത്ര ആയിരുന്നല്ലോ? ഇരട്ടിയല്ല, ഇരട്ടിയല്ല. അറിയാലോ എത്ര? ഇപ്പം കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, എന്നാലും 1,20,000 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടായിരിക്കും. അപ്പോൾ എത്ര ഇരട്ടി, എത്ര ശതമാനം സ്വർണത്തിൻ്റെ വില കൂടിയെന്നറിയാം. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഈ സ്വർണത്തിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം.
ഓഫ് കോഴ്സ് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട്, മെയിൻലി പെണ്ണിൻ്റെ ആവശ്യത്തിനോ ചെറുക്കൻ്റെ ആവശ്യത്തിനോ, ചെറുക്കൻ്റെ സ്വന്തമായ ആവശ്യമല്ലേക്കതല്ല, ഒരു ഫാമിലിയുടെ കാര്യത്തിനായിരിക്കുമല്ലോ ഇത് എടുക്കുന്നത്. പക്ഷേ ഇത് ബാധ്യത വരുമ്പോഴത്തേക്ക് അവസാനം അതും ഇല്ല ഇതും ഇല്ല. അവരുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ വസ്തുക്കളും വീടും ഇവനുണ്ടാക്കിയ സമ്പാദ്യവും ആ പെണ്ണ് കൊണ്ടുവന്നതും അതിൻ്റെ പലിശയും, അതുകൂടാതെ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ പിള്ളേർക്കുള്ള ചെലവ് ഉൾപ്പെടെ ആ ഒരു കുടുംബമേ ഇല്ലാതാക്കുന്ന നിയമമാണ് നാട്ടിൽ. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും യു കെയിലായതുകൊണ്ട് ഞാൻ പറയുകയാണ്, യു കെയിലെ നിയമം അനുസരിച്ച്, എനിക്കറിയാവുന്ന നിയമം അനുസരിച്ച്, കല്യാണം കഴിച്ച് ജീവിക്കുന്ന രണ്ടുപേര് തമ്മിലാണെങ്കിൽ രണ്ടുപേരും കല്യാണ സമയത്തോ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തോ ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് സ്പെൻഡ് ചെയ്യുന്ന പൈസ എല്ലാം ഗിഫ്റ്റാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതും ഭാര്യ ഭർത്താവിനും, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നടത്തുന്ന കാര്യങ്ങളെല്ലാം ഗിഫ്റ്റാണ്. സോ ഡിവോഴ്സിന് ഇത് രണ്ടും ചോദിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവിലൊരു ഇത്. പിന്നെ വീട്, കാറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഫ്യൂച്ചറിലേക്ക് ഫിനാൻസ് അടച്ചുകൊണ്ടിരിക്കുന്ന, മാസം മാസം അടച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പിന്നീട് ഡിവോഴ്സിന് ശേഷം കോടതിക്ക് പുറത്ത് വെച്ച ഒരു സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അതിന് ഇവിടെയുള്ള ആൾക്കാർക്ക് മറ്റൊരു സൂത്രവാക്യം കൂടെ ഉണ്ട്. അതായത് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 50-50. ഇപ്പം ഞാനൊരു സോഫ, നമ്മുടെ വീട്ടിലേക്ക് ഒരു സോഫ മേടിക്കുന്നു, വൈഫും ഹസ്ബൻഡും പകുതി ഇട്ടിട്ടാണ് സോഫ. ഒരു സൈക്കിള്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ വീട്, എന്തോ തന്നെ ആയിക്കോട്ടെ, എന്ത് സാധനം മേടിച്ചാലും പകുതി. അതിപ്പോൾ രണ്ടുപേര് പിരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം നമ്മളിതൊക്കെ ചർച്ച ചെയ്യാം എന്നല്ലാതെ ഇത് അധികാരത്തിലിരിക്കുന്നവർ നമ്മുടെ ചാനലിൽ തുറന്നു കിടന്ന് എന്താണ് നടക്കുന്നത്? ഒരാൾ കോഴ വാങ്ങുന്നു, ഒരാൾ അനധികൃതമായിട്ട് പൈസ മേടിച്ചു, അതിന് സമരം ചെയ്യുന്നവരുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നിയമങ്ങളും പോലീസും കാര്യങ്ങളും ഒക്കെ നടക്കും. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, അറസ്റ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ചെയ്തിട്ടില്ലെങ്കിൽ അവർ വിടുമായിരിക്കും, ചിലപ്പോൾ അന്വേഷണം എന്തോ ആയിക്കോട്ടെ. ഇത് തന്നെ ഒരു വാർത്ത കൊടുക്കാൻ, 2 വാർത്ത കൊടുക്കാൻ, 3 വാർത്ത കൊടുക്കാൻ, ഫോൺ തുറന്നു കഴിഞ്ഞാലോ TV തുറന്നു കഴിഞ്ഞാലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പോലീസുകാർക്കൊക്കെ ഈ കേരളം, ഇത്രയും വലിയ കേരളത്തിൽ മറ്റ് ക്രൈമുകളൊന്നും നടക്കുന്നില്ലേ? അപ്പോൾ ഇതൊന്നും ആരും നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഏത് കുഞ്ഞ് മരിച്ചു കഴിയുമ്പോഴായിരിക്കുമോ ഇങ്ങനൊരു ഇതുണ്ടാവുന്നത്? അല്ലെങ്കിൽ അയലത്ത് ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഇല്ലേ ഈ കുഞ്ഞിന് ഒരു പരിധി? 51 പാടൊരു കുഞ്ഞിൻ്റെ ദേഹത്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പെടാൻ വേണ്ടിയിട്ട് ആരും ഇല്ലേ എന്നുള്ളതാണ്. എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ പറയുന്നു, ആളുകൾ കേൾക്കുന്നു, അതിനൊരു കമൻ്റ് ഇടുന്നു, ഇതെല്ലാവരും മറന്നു പോകുന്നു. ആ കുഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ചത് നമ്മളെന്തോ ഒരു എലിയെയോ പാമ്പിനെയോ ഒക്കെ കൊല്ലുന്നതിന് 10 ഇരട്ടി ക്രൂരമായിട്ടാണ് ഒരു കുഞ്ഞിനെ കൊന്നത്. മനുഷ്യ കുഞ്ഞനല്ല. ആലോചിക്കുമ്പം ഓക്കെ, ഇതുപോലുള്ള വാർത്തകൾ ഇനി വരാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇത് അവസാന വാർത്തയൊന്നും അല്ല. പുതിയ വാർത്ത വരുമ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോവും. എല്ലാവരും ഇത് മറക്കും. നഷ്ടപ്പെട്ടവർക്കും വേദന അനുഭവിച്ചവർക്കും മാത്രം വെച്ച്. ബൈ.